ഇടതുമുന്നണി കൺവീനർ ടി.പി. രാമകൃഷ്ണൻ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വിടുന്നു. CPM 2 ടേം നിബന്ധന ഒഴിവാക്കിയാലും ടി.പി. രാമകൃഷ്ണൻ പേരാമ്പ്രയിൽ മത്സരിക്കില്ല. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം SK സജീഷിനെയാണ് പാർട്ടി ഇവിടെ പരിഗണിക്കുന്നത്. രണ്ട് വട്ടം മത്സരിച്ച് വിജയിച്ചവർക്ക് വീണ്ടും സീറ്റ് നൽകേണ്ടതില്ലെന്ന ധാരണയിൽ അയവ് വരുത്താൻ CPM ഒരുങ്ങുമ്പോഴും ഇക്കാര്യത്തിൽ പേരാമ്പ്ര മണ്ഡലത്തിൽ നിലപാട് മാറ്റേണ്ടതില്ല എന്നൊരു കാര്യത്തിലേക്ക് തന്നെയാണ് CPM എത്തുന്നത്. കാരണം കഴിഞ്ഞ 30 വർഷങ്ങളായി CPM മാത്രം ജയിച്ചു വരുന്ന ഒരു മണ്ഡലം, അക്ഷരാർത്ഥത്തിൽ ചുവപ്പ് കോട്ടയെന്ന് വിശേഷിപ്പിക്കാൻ കഴിയാവുന്ന ഒരു മണ്ഡലമാണ് പേരാമ്പ്ര. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ടി.പി. രാമകൃഷ്ണൻ 22,000-ലധികം വോട്ടുകൾക്കാണ് മണ്ഡലത്തിൽ ജയിക്കുകയും ചെയ്തത്. അതുകൊണ്ട് ഒരു പുതുമുഖത്തെ പരീക്ഷിച്ചാൽ ഫലത്തിൽ യാതൊരു മാറ്റവും വരുത്താൻ കഴിയില്ലെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് CPM-നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിയുടെ യുവമുഖമായ പേരാമ്പ്രക്കാരൻ തന്നെയായ SK സജീഷിനെ പരിഗണിക്കാൻ CPM ഒരുങ്ങുന്നത്. SFI തലം മുതൽ പേരാമ്പ്ര കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ച ഒരു ഇടതു പ്രവർത്തകനാണ് SK സജീഷ്. DYF-ലും FI-ലും പിന്നീട് ഇപ്പോൾ പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായൊക്കെ പ്രവർത്തിക്കുമ്പോഴും വലിയ വേരുകൾ അദ്ദേഹത്തിന് ഈ മണ്ഡലത്തിലുണ്ട്. ഇപ്പോൾ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ പേരാമ്പ്ര കേന്ദ്രീകരിച്ച് സജീഷ് തൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ CPM-ന് പരമ്പരാഗതമായി കിട്ടുന്ന വോട്ടുകൾക്ക് അപ്പുറം കേരള കോൺഗ്രസിൻ്റെ വോട്ടുകൾ കൂടി എത്തിയതോടുകൂടി വലിയ ഒരു ഭൂരിപക്ഷം നേടാൻ പേരാമ്പ്രയിൽ കഴിയുമെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. നേരത്തെ മുതൽ പരിശോധിച്ചാൽ യൂത്ത് ഫ്രണ്ടിൻ്റെ നേതാക്കളാണ് പതിവായി പേരാമ്പ്രയിൽ നിന്നും UDF-നെ പ്രതിനിധീകരിച്ച് ജനവിധി തേടിയിരുന്നത്. അത് റോഷി അഗസ്റ്റിനായാലും ജെയിംസ് സെക്കനാടനായാലും മുഹമ്മദ് ഇക്ബാൽ ആയാലുമൊക്കെ അവർ മത്സരിച്ച ഒരു പയറ്റി തെളിയുന്ന ഒരു കളരി കൂടിയായിരുന്നു പേരാമ്പ്ര. എന്നാൽ മുഹമ്മദ് ഇക്ബാൽ മത്സരിച്ച 2 വട്ടവും വോട്ട് വീതം വലിയ തോതിൽ കുറയ്ക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു. 4000 വോട്ടുകളും 1900 വോട്ടുകളിലേക്കുമൊക്കെ ഭൂരിപക്ഷം കുറയ്ക്കാൻ മുഹമ്മദ് ഇക്ബാലിന് കഴിഞ്ഞിരുന്നു. അതായത് കേരള കോൺഗ്രസ് വോട്ടുകൾക്ക് ഒരു നിർണായക സ്വാധീനം ചെലുത്താൻ പേരാമ്പ്ര മണ്ഡലത്തിൽ കഴിയും എന്നുള്ളതാണ്. അതുകൊണ്ട് കേരള കോൺഗ്രസ് വോട്ടുകൾക്കൊപ്പം CPM വോട്ടുകൾ കൂടി ചേരുമ്പോൾ അനായാസമായ വിജയം ഇവിടെ നേടാൻ കഴിയും എന്നൊരു പ്രതീക്ഷ തന്നെയാണ് CPM-നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പുതിയ ആളെ ഇറക്കിയുള്ള പരീക്ഷണത്തിലേക്ക് നീങ്ങുന്നതിന് വിസമ്മതമില്ല. ഒപ്പം നിലവിലെ MLA ആയ ടി.പി. രാമകൃഷ്ണൻ 2006-ലും 2016-ലും 2021-ലുമാണ് മണ്ഡലത്തെ പ്രതിനിധീകരിച്ചത്. അദ്ദേഹം 3 തവണ മണ്ഡലത്തിൽ നിന്നും ജനപ്രതിയായി പോവുകയും ചെയ്തു. നിലവിൽ LDF-ന്റെ സംസ്ഥാന കൺവീനർ ആയതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ട തിരക്കുകൾ, നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പാർട്ടിയുടെ മറ്റ് പല ചുമതലകളും അദ്ദേഹത്തിന് ഒരുപക്ഷെ ഏൽക്കേണ്ടി വരും എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇത്തവണ മണ്ഡലത്തിൽ ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നത്. എന്തായാലും CPM ജില്ലാ ഘടകത്തിലും SK സജീഷിനെ മത്സരിപ്പിക്കുന്നത് സംബന്ധിച്ച ഒരു ധാരണ ഇതിനകം വന്നതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കേരള